ഹലോ ഹായ് ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഞങ്ങളെ പാലക്കാടിലെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞങ്ങളിവിടെ പറയുന്നത് പുളിച്ചാറെന്നാണ്. വേറെ നാട്ടിലൊക്കെ രസം എന്നൊക്കെ പറയും. അതിൽ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇടും. ഇതിലങ്ങനെ കുറേ സാധനങ്ങൾ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇതിനാവശ്യമുള്ള സാധനങ്ങളാണ് തക്കാളി, ഒരു 2-3 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 3 എടുത്തേ, കുറച്ച് കൊച്ചുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, വേപ്പില. ഇത് പുളിവെള്ളം, പുളിയിൽ നിന്ന് ഇത് മാറ്റിയൊക്കെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ അരിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് മുഴുവനോട് അരിയണം, ഒന്ന് ജസ്റ്റ് ഒന്ന് നടുക്കൊന്ന് വരഞ്ഞ് വിട്ടാൽ മതി. തക്കാളി നമുക്ക് അതിലോട്ട് ഇട്ടിട്ട് പിന്നെ അരിയാം കേട്ടോ. വെളുത്തുള്ളി, ചുവന്നുള്ളി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചട്ടി കത്തിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാവേ. ചട്ടി കത്തിച്ച് നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ആദ്യം നമുക്ക് കുറച്ച് ഉലുവ ഇട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ടെടുക്കാം. ഇത് രണ്ടും പൊട്ടുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നല്ല ജീരകം ഇടണേ. നല്ല ജീരകം ഇട്ടെടുക്കാം. എല്ലാം നല്ലോണം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വറ്റൽ മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇതെൻ്റെ രസം വെക്കുന്ന ചട്ടിയായിട്ട്. ഇതിൽ വേറെ ഒന്നും വെക്കില്ല. ഇതിനുള്ള മുരിങ്ങ, ചീരയൊക്കെ ഒലത്തും ഇതിൽ, അല്ലാതെ വേറെ ഒന്നും കറിയിൽ വെക്കില്ല. ഇതിങ്ങനെ രസം വെക്കുന്നൊരു ചട്ടിയാണ്. അപ്പോൾ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാനേ. ഒരു 4-5 എടുത്തിട്ടുണ്ട്. തക്കാളി അരിഞ്ഞേക്കാം. അതിൽ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പിട്ട് തക്കാളി നല്ല ഉടഞ്ഞ് വരണേ. അതാണ് അതിൻ്റെ ഒരു പരുവം. ഇതില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് വേറെ കറിയൊന്നും വേണ്ട. ഞങ്ങളിവിടെ നല്ല ഉണക്കമാന്തൽ കിട്ടും. അപ്പോൾ ഉണക്കമാന്തളും ഈ രസവും കൂടെ ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അല്ലെങ്കിൽ മുട്ട വറുത്ത ഉണക്കമാന്തളില്ലെങ്കിൽ നല്ലോണം ഉള്ളിയും പച്ചമുളക് അരിഞ്ഞിട്ട് നല്ലോണം ഉള്ളി അധികം ഇട്ടിട്ട് മുട്ട വറുക്കും. ആ മുട്ട വറുത്തതും രസവും തന്നെ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെയാണ് മാന്തൾ വറുത്ത ഉണക്ക മാന്തൾ വറുത്തതും ഈ രസവും ഭയങ്കര കോമ്പിനേഷനാണ്. പറയുമ്പോൾ തന്നെ അതിനുള്ള വരുന്നത്. ഇവിടെ ഞങ്ങളത് കാരണം അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഉണക്ക മാന്തൾ വറുത്തതും രസവും, അല്ലെങ്കിൽ മുട്ട വറുത്തതും രസവും, അങ്ങനെ ആയിട്ട് നല്ല കോമ്പിനേഷൻ. അത് എല്ലാവരോടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം, അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാനായിട്ട്. ഇന്ന് ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ഇതാണ്. ഇന്നപ്പോൾ ഞങ്ങളിങ്ങനെ കോട്ടയിൽ വിചാരിച്ചു. എല്ലാവർക്കും ജലദോഷവും ചുമയൊക്കെയാണ്. അതെല്ലാവർക്കും ഒരു ഉഷാറില്ല. ഇതൊക്കെ ആകുമ്പോൾ നല്ല ചൂട് ചോറിൽ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വേറെ ഒരു ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. ഇതിന് നല്ലൊരു മണ്ണാണ്. നമുക്ക് ചോറിൽ ഒഴിച്ച് കഴിക്കാൻ ഇത് തന്നെ ധാരാളമാണ്. ഒന്നുമില്ലെങ്കിൽ 2 പപ്പടം വറുത്തെങ്കിലും മതി. ഇല്ലെങ്കിൽ നമ്മുടെ കൊണ്ടാട്ടമുളകില്ലേ, കൊണ്ടാട്ടമുളകും ഒന്ന് വറുത്തിട്ട് അതിന് സൈഡ് വെച്ച് അതൊന്ന് പൊടിച്ച് കൂട്ടി ചോറ് തന്നെ ചൂട് ചോറിൽ ഇതങ്ങ് ഒഴിച്ച് തിന്നുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണ്. അതൊരു ഭയങ്കര പ്രത്യേകതയുള്ളൊരു ടേസ്റ്റ്. എപ്പോഴും നമ്മൾ മീൻകറി, സാമ്പാർ, ഇറച്ചിയൊക്കെ വെച്ച് വെക്കുകയല്ല. അപ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിന് ഇങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര
ടേസ്റ്റാണ്. തക്കാളിയൊക്കെ ഒന്നും ഉടഞ്ഞിട്ടില്ല, അപ്പോൾ ഒന്നുകൂടെ ഉടയണം. ഒന്നുകൂടെ ഉടഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. ഉടയട്ടെ. തക്കാളി നല്ല ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുളി ഇനി അടുത്തത് ഇതിൽ വേറെ പൊടികളൊന്നും ഇടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഒന്നും ഇടില്ലേ. ഇത്രയേ ഉള്ളൂ, ഒന്നും വേണ്ട. ഉപ്പ് മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ നമ്മുടെ പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചേക്കാണ്. ഇത് ഫസ്റ്റ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്താണ്. ബാക്കി ഒരു പാത്രത്തോടുണ്ട്. അത് നിങ്ങളുടെ പാകത്തിന് ഞാൻ 2 തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള തക്കാളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. നിങ്ങൾക്ക് എത്ര കറി വേണം അപ്പോൾ അതിനനുസരിച്ച് പുളി എടുക്കണം. കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഒരു തക്കാളി കുറച്ചൊക്കെ എടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എടുക്കണേ. നമുക്ക് നോക്കട്ടെ, വെള്ളമൊക്കെ ഒന്ന് കറക്റ്റ് ആക്കട്ടെ. ഇതേ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. തിളച്ചിട്ടില്ലേ. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഇരിപ്പുണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ഇടണേ. ഇതിപ്പോൾ നമ്മൾ തിളക്കണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ പതഞ്ഞിങ്ങനെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന പോലെ ഇതായാൽ മതി. ആവിയൊക്കെ വന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഓഫാക്കട്ടെ. തിളക്കരുതേ, നമുക്കിതൊന്ന് മൂടി വെക്കാം. നമ്മുടെ ജസ്റ്റ് തിളക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊരു പത വരുമ്പോൾ നമ്മളത് ഓഫാക്കണേ. തിളയ്ക്കാൻ വിടരുത്, തിളക്കരുത്. അപ്പോൾ ഇങ്ങനെ ആവി വരുമ്പോൾ നമ്മളത് ചട്ടി ഓഫാക്കണം. എന്നിട്ട് നിങ്ങളുടെ മല്ലിയില ഇരിപ്പുണ്ടെങ്കിൽ ഇടണം, നിർബന്ധമില്ല. മല്ലിയില എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നേ, അപ്പോൾ ഞാനത് ഇടണ്ടേ. ഉണ്ടെങ്കിൽ അതിട്ടിട്ട് നല്ലോണം വേണ്ട സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ തിളച്ച് വരും. അപ്പോൾ നമ്മളതൊന്ന് ചട്ടി ഒന്ന് ഓഫാക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാലക്കാടൻ പുളിച്ചാറ്. ഇത് സത്യം പറഞ്ഞാൽ വേറെ കറിയൊന്നും വേണ്ടെന്ന് പറയണത്. അത്യാവശ്യം എരിവുണ്ടാവും. മുളക് നമ്മൾ ഇടുന്നതുകൊണ്ട് എരിവുണ്ടാവും. പിന്നെ ജസ്റ്റ് പുളിയുള്ള ഇഷ്ടമുള്ളവർക്കൊക്കെ പുളിയും ഉള്ള കറിയാണ്. നമുക്ക് ഇഷ്ടപ്പെടും. വേറെ ഭയങ്കര ഫ്ലേവർ എന്ന് പറയാനൊന്നും ഇല്ല. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.